പേഴ്സൺ ഈ എവിടെ ലോകത്ത് എവിടെ ഭീകരത നടന്നാലും അതിൽ എങ്ങനെയെങ്കിലും കേരളവുമായിട്ടൊരു ബന്ധം വരും. കാരണം ഭീകരപ്രവർത്തകർക്കൊക്കെ സേഫായിട്ട് തങ്ങാൻ കഴിയുന്നൊരു സ്ഥലമായിട്ട് കേരളം മാറുന്നുണ്ട്. ഇപ്പം ഭാഷ എന്ന് പറഞ്ഞൊരു ഭീകരൻ വട്ടിയൂർക്കാവിലൊരു ചിന്ന വീടുമൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഒരു തൊട്ടപ്പുറത്ത്, പിന്നെ പോലീസ് എന്ന് വെച്ച കാറിലാണ് അയാൾ സഞ്ചരിച്ചൊക്കെ കൊണ്ടിരുന്നത്. അപ്പോൾ പോലീസ് എന്ന് പറഞ്ഞ വണ്ടി കണ്ട ആരും പിടിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ എലത്തൂർ ട്രെയിൻ, ഇങ്ങനെ പല സംഭവങ്ങൾ, മറ്റേ വാഗമണിൽ അല്ലേ ക്യാമ്പ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തഹവൂർ റാണയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ റാണ കൊച്ചിയിൽ വന്നിരുന്നു, 2 ദിവസം മറൈൻ ഡ്രൈവിൽ താമസിച്ചു. ഇവിടുത്തെ ചില ഭീകരരുമായിട്ട് ഒക്കെ കണ്ടു. എന്തുകൊണ്ടാണ് കേരളത്തിന് ഇങ്ങനൊരു ചീത്തപ്പേര്? അല്ല, ഇത് പലപ്പോഴും നമ്മുടെ ചർച്ചയിൽ ഉയർന്നു വരികയും പി ജയരാജൻ CPM-ൻ്റെ നേതാവ്, അദ്ദേഹം തന്നെ അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ കേരളം എന്ന് പറയുന്നത് കുറച്ച് ഫ്രീ ആയിട്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. കാരണം വേറെ പ്രശ്നങ്ങൾ കൂടുതലായിട്ടില്ലാത്തതിൻ്റെ പേരിൽ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം എന്ന നിലക്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സ്പേസ് വന്നിരിക്കാം. പല മേഖല ഇപ്പം കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ മാവോയിസ്റ്റുകളിൽ ചില ആളുകൾ വന്ന് നമ്മളുടെ ഈ കോറികളിലൊക്കെ തൊഴിലാളികളായിട്ടൊക്കെ ജീവിച്ച ആരും അറിയുന്നില്ല. ശരി, അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, അവരോട് അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ലിബറൽ ലൈഫ് ഉണ്ട് കേരളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ റാണയ്ക്ക് ഇങ്ങനെ ഇവിടെ വന്ന് പോവുകയും ആരും അറിയുകയൊക്കെ ചെയ്യുന്നില്ല. ഇപ്പോൾ ആലുവയിൽ ഏതോ ഒരുത്തിനുമായിട്ടൊക്കെ പുള്ളിക്ക് ബന്ധമുണ്ടെന്നോ അങ്ങനെ എന്തോ അങ്ങനെ ഒരു സംഭവമൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. NIA-യുടെ അന്വേഷണമൊക്കെ പൂർത്തീകരിച്ച് റിപ്പോർട്ട് വരുന്ന സമയത്ത് മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ ഇത്തരത്തിൽ അക്രമം നടക്കും, നമ്മൾ വളരെ ഞെട്ടി, വളരെയധികം ഒരു ഇന്ത്യക്കാരനെന്ന നിലക്ക് നമുക്ക് ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ് ഈ ഭീകരാക്രമണം. കാരണം നമ്മളത് മുംബൈയിൽ സംഭവിക്കുമ്പോൾ നമ്മൾ മുംബൈയിൽ മാത്രമായിട്ട് ഒതുങ്ങുമെന്ന് കരുതുന്നില്ല. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് വേണമെങ്കിൽ അതൊക്കെ വരുത്താൻ ഇവർക്ക് കഴിയും എന്നൊക്കെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിനോട് പ്രതികരിക്കുന്നത്? രാഹുൽ ഗാന്ധി പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് ഒക്കെ എതിരായിട്ടൊക്കെ വർത്തമാനങ്ങൾ ഇങ്ങനെ, ചിലപ്പോൾ രാഷ്ട്രീയം മാത്രമായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യങ്ങളുടെ കാര്യത്തിൽ ഒരു കടുത്ത നിലപാടൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ രാഹുലിന്റെ ഭാഗത്തുനിന്നോ ഒക്കെ അങ്ങനെ വരുന്നതായിരുന്നു നമുക്ക്. അതായത് ഇതിനകത്ത് കടുത്ത നിലപാടുകൾ എടുത്ത് നിന്നേ പറ്റൂ എല്ലാവരും, ആരായിക്കഴിഞ്ഞാലും. പിന്നെ ഇതിൻ്റെ അകത്തൊരു അല്ലെങ്കിൽ വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയുടെ, ആ പൊളിറ്റിക്സ് ഇതിൻ്റെ കൂടെ കൂടിക്കലർന്ന് വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇത് ബുധനാഴ്ചയായിരുന്നു മുംബൈയിൽ ആക്രമണം നടന്നത്. ആ മുംബൈയിൽ ആക്രമണം നടന്നതുകൊണ്ട് ഇന്ത്യയിൽ പല ഈ ഉപരിതലത്തിൽ സഞ്ചരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് ധനികരായ ആളുകളൊക്കെ ഈ നിശാ പാർട്ടികൾ ഒക്കെ ആയിട്ട്, അങ്ങനെ രാവിലെ 11 മണിക്ക് എഴുന്നേക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇത്തരം വിരുന്നുകളൊക്കെ റദ്ദാക്കിയിരുന്നു. ഇത്രയുമൊക്കെ ആളുകൾ കൊല്ലപ്പെട്ടാണല്ലോ, 166 പേര് കൊല്ലപ്പെട്ടതാണ്. അതായത് പല ആളുകളും ആ സമയത്ത് അവരുടെ നിശാ പാർട്ടികളും ഒക്കെ റദ്ദാക്കുകയും മര്യാദയ്ക്ക് ജീവിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു ചരിത്രമുണ്ട്. ബുധനാഴ്ച ഈ സംഭവം ഉണ്ടായി, എല്ലാവരും പാർട്ടികളൊക്കെ റദ്ദാക്കിയെങ്കിലും ഈ രാഹുൽ ഗാന്ധി ശനിയാഴ്ച ഈ ഡൽഹിക്ക് തൊട്ട് പുറത്ത് ഒരു വിവാഹത്തോടനുബന്ധിച്ച സംഗീത് എന്ന് പറഞ്ഞ പാർട്ടിയിൽ പങ്കെടുത്ത് പുലർച്ചെ 5 വരെ ആ പാർട്ടിയുടെ ഭാഗമായിരുന്നു. അത് പുറത്തറിയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ അധികം രാഷ്ട്രീയക്കാരുണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഒരു ബാല്യകാല സുഹൃത്ത്
പഴയ ക്യാപ്റ്റൻ സതീഷ് ശർമ്മ ഉണ്ടല്ലോ, അമേഠിയിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും ഒക്കെ ജയിച്ചിരുന്നത്. മറ്റേ രാജീവ് ഗാന്ധിയുടെ കൂടെ പൈലറ്റ് ഒക്കെ ആയിരുന്ന ആളാണ്. ഡെറാഡൂണിൽ അവർ ഒന്നിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് ക്യാപ്റ്റൻ സതീഷ് ശർമ്മ. സതീഷ് ശർമ്മയുടെ മകൻ സമീർ ശർമ്മയുടെ വിവാഹത്തിൻ്റെ പാർട്ടിയായിരുന്നു അത്. അപ്പോൾ അതിലായിരുന്നു വെളുക്കുവോളം രാഹുൽ ഗാന്ധി. അതായത് ഒരു രാജ്യത്തെ നടുക്കിയ ഒരു വലിയ സ്ഫോടനം, ഭീകരാക്രമണം നടന്നു. അത് കൊണ്ടാടുന്നത് പോലെ പുലർച്ചെ 5 വരെ പാർട്ടിയിൽ ഏർപ്പെട്ട ആളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് ഇപ്പോൾ വീണ്ടും ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അത് ഓർക്കുന്നുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. അത് ഡൽഹിക്ക് പുറത്തൊരു ഫാം ഹൗസിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച വിവാഹം, ശനിയാഴ്ച പാർട്ടി, രണ്ടിൻ്റെ അകത്തും ഉണ്ടായിരുന്നു. ഈ രാധേ മോഹൻ ചാക്ക് അവിടുത്തെ ഫാം ഹൗസിലായിരുന്നു പാർട്ടി. ബുധനാഴ്ച സംഭവിച്ചു. ശനിയാഴ്ച പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് വല്ലാത്തൊരു പ്രസ്താവന ഉണ്ടായി. മൻമോഹൻ സിംഗാനും ആണ് പ്രധാനമന്ത്രി. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസ്താവന കോളിളക്കം ഉണ്ടാക്കി. പ്രിയങ്ക പറഞ്ഞു, മുംബൈ സ്ഫോടനം ഇന്ദിരാഗാന്ധി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് അത് അഭിമാനമാകുമായിരുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു കിഴങ്ങൻ പ്രധാനമന്ത്രിയാണെന്നാണല്ലോ ഉദ്ദേശിച്ചത്. അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളാണ്. അത് ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം, സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് എന്തെങ്കിലും അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ഉള്ളത്. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലക്ക്, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഭരണാധികാരി എന്ന നിലക്കും അദ്ദേഹം ഇവർ പറയുന്നത് ചെയ്യുന്ന ഒരാൾ മാത്രമായിരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ വലിയ കഥയില്ല. പക്ഷെ എന്തായാലും അത് നേരിട്ട രീതി അത്ര തൃപ്തികരമായിരുന്നില്ല എന്നാണ്. ഇതൊക്കെ വല്ലാത്ത വാചകമാണല്ലോ. ഇങ്ങനെ ആളുകൾ കേട്ടതും പരസ്യമായിട്ട് പറഞ്ഞതാണ് ഇന്ദിരാഗാന്ധി വേണമായിരുന്നു എന്ന് അവർ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ് ഇവരെ തന്നെ എടുത്തു വെച്ചാണ്. സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ പൗരത്വ കാരണങ്ങൾ കൊണ്ടൊന്നും പറ്റിയില്ല. അപ്പോൾ അന്ന് ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യം അന്നിറങ്ങുന്ന ഇന്ത്യ ടുഡേയിലെ റിപ്പോർട്ടിൻ്റെ അകത്ത് ഞാൻ വായിച്ചിരുന്നു. ഈ കോൺഗ്രസിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തു വന്ന് പെട്ടെന്ന്. എന്നിട്ട് അതിൽ പറഞ്ഞു കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ പ്ലഷർ ഉള്ളിടത്തോളം മാത്രമായിരിക്കും പ്രധാനമന്ത്രി നിലനിൽക്കുക. പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ. ഇങ്ങനെ ഭേദഗതി ചെയ്തിട്ടാണ് സോണിയാഗാന്ധി. അപ്പോൾ ഇയാളൊരു പാവം മാത്രമാണല്ലോ. അങ്ങനെയാണ് അതുണ്ടായത്. അപ്പോൾ സമീർ ശർമ്മ അമേരിക്കയിൽ ഫർണിച്ചർ ഡിസൈനറായിരുന്നു. ഫർണിച്ചറൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ആൾ. രാജീവ് ഗാന്ധിയുടെ പൈലറ്റ് സുഹൃത്തായിരുന്നു സതീഷ് ശർമ്മ. റായ്ബറേലിയെയും അമേഠിയൊക്കെ ഇവർക്ക് വേണ്ടി പരിചരിച്ചു കൊണ്ടിരുന്ന ആൾ. അവിടെ നിന്ന് MP ഒക്കെ ആയിരുന്ന ആളാണ്. 2004 സോണിയാഗാന്ധി അവിടെ നിന്ന് MP ആകുന്നത് വരെ. ഈ സതീഷ് ശർമ്മയുടെ ഭാര്യ സ്റ്റെറെ ശർമ്മ ഡൽഹിയിൽ, സതീഷ് ശർമ്മ മരിച്ചുപോയി, സ്റ്റെറി ശർമ്മ ഒരു ട്രൈബൽ ജ്വല്ലറി മ്യൂസിയം നടത്തുന്നുണ്ട് മങ്കർ ഭാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അമേഠിയിൽ 1996 MP ആയിരുന്നു സതീഷ് ശർമ്മ. 1999 റായ്ബറേലിയിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ ആയിരുന്നു. 2004 മുതൽ 2016 വരെ രാജ്യസഭയിൽ അംഗമായിരുന്നു. കുറെ കാലം കോൺഗ്രസ് അയാളെ കൊണ്ട് നടന്നിട്ടുണ്ട്. 2008 നവംബർ 26 ബുധനാഴ്ചയായിരുന്നു മുംബൈ ആക്രമണം. ശനിയാഴ്ച പ്രിയങ്കയുടെ ഈ തോന്നിയാസ പ്രസ്താവന, ശനിയാഴ്ച തന്നെ മറ്റേയാളുടെ വിരുന്നിലുള്ള പങ്കെടുക്കൽ. അപ്പോൾ ഈ സ്ഫോടനം കഴിഞ്ഞിട്ട് വൻതോക്കുകളൊക്കെ പാർട്ടികൾ റദ്ദാക്കിയിരുന്നു. റെസ്റ്റോറൻറ്റുകൾ പ്രത്യേക പരിപാടികളൊക്കെ റദ്ദാക്കിയിരുന്നു. അപ്പോഴാണ് ഈ ശനിയാഴ്ച രാത്രി ഈ പാർട്ടി നടക്കുന്നത്. ഈ സമീർ ശർമ്മയുണ്ടല്ലോ വരൻ, അയാളുടെ നിർദ്ദിഷ്ട വധുവിൻ്റെ സഹോദരി ലീന മുസാഫിർ ആണ് വിരുന്നിന് വേണ്ട സംഗതിയൊക്കെ ഒരുക്കിയിരുന്നത്. ലീനയുടെ ഭർത്താവ് ഇന്ദറും അതിലുമൊക്കെ പങ്കെടുത്തിരുന്നു ഒരുക്കങ്ങളിൽ. 800 അതിഥികൾ ഉണ്ടായിരുന്നു. ഈ ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ പേജ് 3 എന്ന് പറഞ്ഞിരുന്നുണ്ടല്ലോ, ഇങ്ങനെ നടക്കുന്ന വിരുന്നുകളുടെയൊക്കെ പടം കൊടുക്കുന്ന 3-ാം പേജ് 3. അങ്ങനെ ആ പേജ് 3 ഡൽഹിയിലെ പേജ് 3
ഇതിൽ സാധാരണ വരുന്ന സെലിബ്രിറ്റികളൊക്കെ ആ പാർട്ടികളിൽ ഉണ്ടായിരുന്നു. 2004 ഈ സമീർ ശർമ്മയുടെ സഹോദരി സരികയുടെ വിവാഹം നടന്നത്. ആ സരികയുടെ വിവാഹത്തിൽ സോണിയാഗാന്ധിയും കുടുംബവും മാത്രമല്ല, സോണിയയുടെ അമ്മ പവോല മെയ്നോ അവരും പങ്കെടുത്തിരുന്നു. അതാണ് സംഭവം. അപ്പൊ സതീഷ് ശർമ്മയുടെ കുടുംബവും ഈ സോണിയയുടെ കുടുംബവും ഏതാണ്ട് ഒരേ കുടുംബം പോലെയാണ് നടന്നുകൊണ്ടിരുന്നത്. നടനും TV നിർമ്മാതാവുമായ രാഹുൽ ഭട്ടായിരുന്നു ആ സരികയെ വിവാഹം ചെയ്തത്. സമീറിന്റെ സഹോദരിയെ, ക്യാപ്റ്റൻ സതീഷ് ശർമ്മയുടെ മകളെ. പ്രിയങ്ക വാദ്ര വിവാഹത്തിൽ സതീഷും ഭാര്യ സ്റ്റെറിയും ഒക്കെ പങ്കെടുത്തതായിട്ടും ചരിത്രമുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ റാണയുമായി ബന്ധപ്പെട്ട് ഓർക്കാവുന്നൊരു സംഭവം. രാഹുൽ ഗാന്ധി പലതും ചെയ്യാറുണ്ട്. ഡോക്ലാമിൽ നമ്മൾ ചൈനയുമായിട്ട് സംഘർഷം നടത്തുമ്പോൾ ചൈനീസ് അംബാസഡറെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ചൈനീസ് സ്ഥാനപതി രഹസ്യമായിട്ട് നടത്തിയാണ്, പക്ഷെ ചൈന പത്രക്കുറിപ്പിറക്കിയിരുന്നു. അങ്ങനെയാണ് നാട്ടുകാരറിഞ്ഞത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ചൈനീസ് ഡ്രോൺ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിരുന്നു. ചൈനയുടെ ഡ്രോൺ ഇന്ത്യയിൽ നിരോധിച്ചതാണ്. പിന്നെ എങ്ങനെയാണ് ഇയാളുടെ കയ്യിൽ ഒരെണ്ണം വന്നത്? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ വകതിരിവില്ലാതെ. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്സിലൊരു ഇമ്മേച്ചർ ക്യാരക്ടറല്ലേ ശരിക്കും, അങ്ങനെയാണല്ലോ അത് വരുന്നത്. അതായത് നിത്യഹരിത യുവാവ് ലോക്സഭയിൽ അടുത്ത കാലത്ത് ആരോ പറഞ്ഞു. അമേച്ചർ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. വളരെ ഗൗരവമായ പല കാര്യങ്ങളും നടക്കുന്നത്. ഇമ്മച്ചുറുണ്ട് അമേച്ചറുണ്ട്, രണ്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇമ്മച്ചുർ ആകുന്ന സമയത്ത് കാണിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. അമേച്ചർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് രാഷ്ട്രീയത്തിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ട് കുറച്ച് കാലത്തേക്ക് പിന്നെ പുള്ളി കാണില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവ സവിശേഷതയായിട്ട് നമ്മൾ കണക്കാക്കി. മകള് ശർമ്മിഷ്ഠ മൈ ഡാഡ് പ്രണബ് എന്ന് പറഞ്ഞ പുസ്തകത്തിലും പ്രണബ് മുഖർജിയുടെ സ്വകാര്യ ഡയറിയിൽ രാഹുൽ ഗാന്ധിയെ പറ്റി കുറെ പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. അതിലും ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അപ്രത്യക്ഷനാകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സ്ഥാപക ദിനത്തിൽ, കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിൽ കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് പതാക ഉയർത്തുന്നുണ്ടായിരുന്നു. അന്നും രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല. പട്ടായയിലോ വിയറ്റ്നാമിലോ എവിടെയൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇടക്കിടക്ക് ചെയ്യാറുണ്ട്. അതങ്ങനെയാണത് പോകുന്നത് പലപ്പോഴും. ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് പൊളിറ്റിക്സിൽ ഇമ്മേഴ്സ് ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട് ഇപ്പോൾ നേരത്തേനേക്കാളും. അങ്ങനെയാണ് നമുക്ക് ഞാനൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പാർട്ടിയെ എത്രയും വേഗം ലിക്വിഡേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. അങ്ങനെ ഇപ്പം രാഷ്ട്രീയ ശത്രുക്കളൊക്കെ വേറെ അങ്ങനെ കണ്ടേക്കും. പക്ഷേ നമ്മളൊരു പൊളിറ്റീഷ്യനെ വിലയിരുത്തുമ്പോഴേ ഇങ്ങനത്തെ ഒരു ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ടതാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടർ എന്ന് പറയുന്നത് സർവ്വതാ പൊളിറ്റിക്സിൽ തന്നെ ഇങ്ങനെ മുങ്ങി നിൽക്കും. ഒരിക്കലും ജോബാണത്. പ്രണബ് മുഖർജി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഡയറിയിൽ. പക്ഷെ ഇയാൾ അങ്ങനെയല്ല. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.